ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എ ഡേ ഇൻ എ ജിം. ആ ജിമ്മിൽ നമ്മളെങ്ങനെ കുറച്ച് അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ട് കാണിക്കാനാണ്. അപ്പോൾ ഇന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. നമ്മൾ ജിമ്മിന് പോകുന്ന ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 11 മണി 12 മണി രാത്രി ടൈമിലാണ് പോകാറ്. കാരണം അതാണ് കുറച്ച് ഈസി ആയിട്ടുള്ള ടൈം. കാരണം അപ്പോൾ പോയി കഴിഞ്ഞാൽ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മാക്സിമം ടൈം എടുത്ത് ചെയ്ത് തരാൻ പറ്റും. ഇതാണ് നമ്മളെ ജിമ്മ്, JD ജിം എന്നാണ് പേര്. ഓപ്പൺ ചെയ്യുന്ന ടൈമിംഗ് അവേഴ്സൊക്കെ 24/7 ആയതുകൊണ്ട് ഈസിയാണ്, നമുക്ക് എപ്പോൾ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. കാരണം എൻ്റെയും വൈഫിൻ്റെയും ഡ്യൂട്ടി ഷെഡ്യൂളൊക്കെ പല ടൈം ആയതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് അവൈലബിൾ ആയിട്ടുള്ള സമയം അപ്പോൾ പോയി കഴിഞ്ഞാൽ ജിം ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ജിമ്മാണ്, അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു ജിമ്മാണ് UK-യിൽ. അപ്പോൾ നമ്മൾ ജിമ്മിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യാറ് ഒരു കാർഡിയോയിൽ 1-2 എക്സസൈസ് ഒരു 10 to 15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ അതൊന്ന് വാമപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എക്സസൈസ് ഇന്നലത്തെ മസിൽസ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ വിങ്സും ബൈസെപ്സും ആയിരുന്നു. അപ്പോൾ വിങ്സും ബൈസെപ്സും ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 3 സെറ്റ് വിങ്സ്, 3 സെറ്റ് ബൈസെപ്സ്, അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ റൊട്ടീൻ തന്നെയാണ് വൈഫും ചെയ്യണത്. വൈഫ് ചെയ്യുമ്പോഴാണെങ്കിൽ വെയിറ്റ് കുറച്ച് മസിൽ ഗെയിന് വേണ്ടിയിട്ടല്ല, ആളുടെ എന്താ പറയുക, ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട്, ആളുടെ ഒരു ശരീരം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും വൈഫും ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 13 days ആയി. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 days ടാർഗറ്റാണ്. അപ്പോൾ ഒരു 100 days പോകാനെങ്കിലും വീഡിയോ എടുക്കണം എന്നൊരു സെറ്റപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. നമ്മൾ പേഴ്സണൽ ട്രെയിനറിനൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ പണ്ട് ജിമ്മിന് പോയതിൻ്റെ കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്. അപ്പം നാട്ടിൽ പോയിരുന്ന സമയത്ത് അവിടെ ഒരു സാറുണ്ടായിരുന്നു, ആളുടെ അടിപൊളിയായിരുന്നു. ആളുടെ പേര് പ്രേമൻ എന്നാണ്. നിങ്ങൾക്കൊക്കെ എന്നെ അറിയുന്നതിലൊക്കെ കുറച്ച് പേർക്കൊക്കെ പരിചയം ഉണ്ടാവും. അത്യാവശ്യം നല്ലൊരു ട്രെയിനറാണ്. അപ്പോൾ ആളുടെ നിന്ന് കിട്ടിയ കുറച്ച് അറിവ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഏത് വർക്കൗട്ട് വേണം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഓരോ പോസ്റ്ററും കാണിച്ചു തരും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേബിൾ കേളാണെന്നുണ്ട് ബൈസെപ്സിൻ്റെ. അപ്പോൾ ഞാൻ ഇരുന്നാണ് ചെയ്തത്, വൈഫ് നിന്ന് ചെയ്തു. കാരണം ഇരുന്ന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വൈഫിന് കുറച്ചുകൂടി ഈസി ആയിട്ട് നിന്ന് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ജിമ്മിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ മെയിൻലി ജിമ്മിന് പോകുന്നതിൻ്റെ ഉദ്ദേശം ആരോഗ്യം നിലനിർത്തുക, ബോഡി ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ 30s കിടന്നതിന് ശേഷം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിൻലി അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മസിൽ ബൾക്കാക്കി വലിയൊരു ബോഡി ബിൽഡർ ആവുക എന്നുള്ളതൊന്നല്ല. അപ്പോൾ അതേപോലെ ആണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഫിറ്റ്നസ് ജസ്റ്റ് ഗോട്ട് സീരിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നമുക്കും ഫിറ്റ്നസ് ഒന്ന് സീരിയസ് ആക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ സീരിയസ് ആയി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യം 13 days എത്തി നിൽക്കുന്നത്. ജിമ്മ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നുകൊണ്ട് റീൽസ് അടിക്കുന്നു. എന്താ അവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ജിമ്മിൽ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. പിന്നെ കാണാം. ബൈ.